ഈ മസാല ദോശ. അപ്പം നമ്മൾ ലോക്ക്ഡൗൺ ടൈമാണ്, എല്ലാവരും വീട്ടിലാണ്. നമ്മൾ നോർമലി നമ്മൾ ഈ ലോക്ക്ഡൗൺ അല്ലാതെങ്കിൽ പുറത്തൊക്കെ പോയി നട്ട് ദോശ, മസാല ദോശ ഒക്കെ കഴിക്കുന്ന സമയമല്ലേ ഇപ്പോൾ. അപ്പോൾ നമുക്കതൊന്നും കഴിക്കാൻ പറ്റാത്ത നമുക്ക് വീട്ടിൽ തന്നെ മസാല ദോശ ഉണ്ടാക്കി വളരെ ടേസ്റ്റ് ആയിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് നോക്കുക. സജഷൻസ് നിൽക്കേണ്ടത് പറയാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കരുത്. ഓക്കെ, നമ്മുടെ മസാല ദോശയിൽ പൊട്ടറ്റോ മസാലയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. ബാക്കി നമുക്ക് ഓരോ ഇടുമ്പോൾ ഞാൻ കറക്റ്റ് അളവ് പറയാം. ഇതിനകത്ത് വേണ്ട സാധനങ്ങൾ നമുക്ക് മല്ലിയില വേണം, കുറച്ച് കടലപ്പരിപ്പ് വേണം, പിന്നെ കുറച്ച് ഉഴുന്ന് വേണം, പിന്നെ കടുക് വറക്കണം, മഞ്ഞൾപ്പൊടി, ജീരകം, 3 സവോള, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, പിന്നെ ഇഞ്ചി. ഇതിനകത്ത് വെളുത്തുള്ളി വേണ്ട. പിന്നെ പൊട്ടറ്റോ ഞാൻ ഇതുപോലെ കുക്കറിൽ ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് പീൽ ചെയ്ത് ഉടച്ചിക്കണം. ഇത്രയുമാണ് നമ്മുടെ. പിന്നെ ഉപ്പ്, വെള്ളം, പിന്നെ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ, ലെമൺ ജ്യൂസ് വേണം ഇച്ചിരി പുളിക്ക്. ഇത്രയാണ് നമ്മുടെ പൊട്ടറ്റോ മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ. ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ദോശമാവാണിത്. ഇത് തലേദിവസം ഞാൻ ഇതുപോലൊരു ഗ്ലാസ് നിറച്ച് പച്ചരിയും ഇതിനൊരു 1/4 ഭാഗം ഉഴുന്നും പിന്നെ ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടെ വൈകിട്ട് കഴുകി ഇന്നലെ വെള്ളത്തിലിട്ട് വൈകിട്ട് അരച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കിപ്പോൾ എന്നിട്ട് ഞാനൊരു ഫിലിമും കൊണ്ടൊന്ന് അടച്ചു വെച്ചു. ഇങ്ങനെ സീൽ ചെയ്ത് അടച്ചു വെക്കുകയാണെങ്കിൽ മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങും. അപ്പോൾ ഇത് നമ്മുടെ പുളിച്ച് പൊങ്ങിയ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി മാവ് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. തരിയൊന്നും വേണ്ട, നല്ല പഞ്ഞി പോലെ അരച്ചെടുത്തിട്ട് ഞാൻ അരയ്ക്കുന്നൊരു 1 കപ്പ് അരി നമ്മുടെ വെന്ത ചോറും കൂടെ ചേർത്തായിരുന്നു. അപ്പോൾ നല്ല മയം കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ഞാൻ പുളിച്ച് പൊങ്ങിയതിന് ശേഷം പിറ്റേ ദിവസത്തേനാണ് ഉപ്പ് ചേർക്കുന്നത്. നല്ല സാധനമാണ്. ഇനി ഒരു ടിപ്പാണ്, മസാല ദോശ ഉണ്ടാക്കുമ്പോൾ മസാല ദോശ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് വറുത്ത റവ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം. ഇത് നല്ല മസാല ദോശ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും നമ്മളത് പരത്തുമ്പോൾ. ഇതുപോലെ ഗ്ലാസ്സിന് അര ഗ്ലാസ് റവയുടെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഇനി പൊട്ടറ്റോ മസാലയും അതിൻ്റെ ചട്നിയൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇതുപോലെ മാവിൽ ചേർത്ത് വെക്കണം. റവ ഒന്ന് കുതിരണം ഇതിനകത്തിരുന്ന്. നമ്മൾ ആദ്യം മാവ് ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ബാക്കി പൊട്ടറ്റോയും അതിൻ്റെ സമ്മന്തിയെല്ലാം എടുത്ത് റെഡിയാക്കി വരുമ്പോഴത്തേന് ഈ റവ ഇതിനകത്ത് നന്നായിട്ടിരുന്ന് കുതിർന്ന് റെഡിയായിക്കോളും. അപ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ റവയുടെ ഗുണവും കൂടെ അതിനകത്ത് വരും. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒട്ടും കട്ട പിടിക്കാതെ മിക്സ് ചെയ്ത് വെക്കുക. നമുക്ക് ആദ്യം നമ്മുടെ മസാലയുടെയും സമ്മന്തിയുടെയും എല്ലാം ഉള്ളി ഇഞ്ചി എല്ലാം ആദ്യം പൊളിച്ച് വെച്ചിട്ട് പൊട്ടറ്റോയും പുഴുങ്ങിയിട്ട് ഒരു സൈഡിൽ നിന്ന് തുടങ്ങുക. പിന്നെ ഒരു റെഡ് ചട്നിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വറ്റൽമുളകും പുളിയൊക്കെ ഇട്ട് നല്ലൊരു റെഡ് ചട്നി. നമ്മുടെ മസാല ദോശയുടെ പൊട്ടറ്റോ മസാല റെഡിയാക്കാൻ തുടങ്ങാം. ഈ സൈസുള്ള ഒരു 3 സവോള അരിഞ്ഞത്, 4-5 എരിവുള്ള പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ ഞാൻ ഇവിടെ കടലപ്പരിപ്പും ഉഴുന്നും ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഒന്ന് കഴുകി എടുക്കുന്നതായിരിക്കും നല്ലതാണ്, പൊടിയൊക്കെ ഉള്ളതല്ലേ. പിന്നെ കടുക് വറുക്കണം, ജീരകം. അപ്പം നമുക്ക് തുടങ്ങാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരു പാൻ എടുക്കുക, അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലായിരിക്കും നല്ലത്. വെളിച്ചെണ്ണയെക്കാളും ഇച്ചിരി ടേസ്റ്റ് സൺഫ്ലവർ ഓയിലാണ്. ഇനി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. ഇവിടെ കടുക് വറുത്തുള്ള പൊട്ട് മസാലയാണ് എടുക്കുന്നത്. നിങ്ങൾക്കും അത് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക. കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പും ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കണം. അതൊന്ന് വറുക്കുന്ന പോലെ കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉഴുന്നും കടലപ്പരിപ്പും ഇട്ട് കൊടുത്തു.
കഴുകി ഒന്ന് ഒരു അരിപ്പയിൽ വെച്ചൊന്ന് തോർത്തിട്ടേ ഇടാവുള്ളൂ, അല്ല എണ്ണയാണ് എല്ലാം കൂടെ പൊട്ടിത്തെറിക്കും. അപ്പം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് നല്ല ഉഴുന്നൊക്കെ ഇടുന്ന വെച്ചാൽ നല്ല ഹെൽത്തിയാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. നമ്മൾ മസാല എടുക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടും. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഈ പൊട്ടറ്റോ മസാല പൂരി ബജി പൂരിക്കും ഒക്കെ നമുക്ക് സൈഡ് ഡിഷായിട്ട് കൂട്ടാനേ ഉള്ളൂ, നല്ല ടേസ്റ്റാണ്. പരിപ്പിൻ്റെയും ഉഴുന്നിൻ്റെയും ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോഴത്തേന് നമുക്ക് ആക്കിയിട്ട് ഒരുപാട് കരിഞ്ഞു പോകല്ല, തീ കുറച്ച് വയ്ക്കണം. കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമ്മൾ വെളുത്തുള്ളി യൂസ് ചെയ്യുന്നില്ല. ഇഞ്ചി ഇച്ചിരി ഏറെ ഇടണം, കാരണം പൊട്ടറ്റോ ഒക്കെ ഗ്യാസ് ഉള്ളതുകൊണ്ട് ഇഞ്ചിയൊക്കെ ഇട്ട് കഴിക്കുന്ന വയറിന് നല്ലതല്ലേ. പിന്നെ ഇഞ്ചിയൊക്കെ ഇട്ട് കൂടുതൽ കഴിച്ചിരിക്കുന്നത് നല്ലത്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് നല്ലതാണ്. നന്നായിട്ട് വഴറ്റുക. മല്ലിയില വേണം, കറിവേപ്പില ഉണ്ടവർക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവോള വഴലുന്ന സമയം കൊണ്ട് നമുക്ക് പൊട്ടറ്റോ സ്മാഷ് ചെയ്ത് വെക്കാം, അതുപോലെ മല്ലിയില റെഡിയാക്കി വെക്കാം. പിന്നെ സവോള പെട്ടെന്ന് വഴന്നിട്ടാൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എല്ലാം പെട്ടെന്ന് നമ്മൾ ഓരോന്നോരോന്ന് അടുപ്പിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് ബാക്കി അതിൻ്റെ കട്ടിങ് പ്രോസസ്സ് എല്ലാം ചെയ്യാം. ആകെ ഒരു പാട് എല്ലാം ഒന്ന് അടുപ്പിച്ച് വയ്ക്കണം ആദ്യമേ, അതേ ഉള്ളൂ. ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. സവോള വഴന്ന് തുടങ്ങുന്നുണ്ട്. തീ കൂട്ടി വയ്ക്കാം, കുഴപ്പമില്ല. സവോള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അതിനകത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് കളറിന് ടേസ്റ്റിന്. വേറെ പൊടികളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മളെ സവോള എല്ലാം വഴന്ന് റെഡിയായി. ഇനി മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചക്കുത്തൊന്ന് മാറണം. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ആദ്യം സവോള വഴലാൻ ഇട്ടായിരുന്നു. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പൊട്ടറ്റോ നല്ലതായിട്ട് മിക്സ് ചെയ്തു. ഇനി അതിലേക്ക് 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളം, പച്ചവെള്ളം ഒഴിക്കല്ല, നമ്മൾ നല്ലതായിട്ട് കുക്ക് ചെയ്താണ്, അപ്പോൾ പച്ച ചുവ വരും. ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് പറ്റി കുറുകി ടേസ്റ്റ് എല്ലായിടും ഈക്വൽ ആകണം. ഈ ലിക്വിഡ് പോലെ ഇരിക്കുന്നത് ഒന്ന് കുറുകുന്നത് വരെ അടച്ചു വയ്ക്കാം. ഇതൊന്ന് കുറുകുന്നത് വരെ ഒന്ന് അടച്ചു വെക്കുക, അല്ലെങ്കിൽ തുറന്ന് വെച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. മസാല നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ലെമൺ എടുത്തിട്ട് അതിൻ്റെ അത് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്. നമ്മുടെ മസാല നല്ല കറക്റ്റ് കറക്റ്റായിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. മല്ലിയിലയുടെ ഒക്കെ ടേസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇച്ചിരൂടെ വേണമെന്നുള്ളവർക്ക് ഇച്ചിരൂടെ ആഡ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. പിന്നെ മസാലയുടെ വെള്ളം എല്ലാം പറ്റി നല്ല കുഴഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് റെഡ് ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് റെഡ് ചട്നി ഉണ്ടാക്കാൻ തുടങ്ങാം. അല്ലെങ്കിൽ ഞാനൊരു വലിയ സവോള, ഒരു പകുതി സവോള എടുത്തിട്ടുണ്ട്, 1/2 സവോള, പിന്നെ കാശ്മീരി വറ്റൽമുളക്, ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ വാളംപുളിയിൽ ഒരു ചെറിയ കഷ്ണം പുളിക്ക്, പിന്നെ കടലപ്പരിപ്പ്. ഇത്രയാണ് നമ്മുടെ ചുമന്ന ചട്നിക്ക് വേണ്ടത്. ഞാനിവിടെ കോക്കനട്ട് ചട്നി അല്ല എടുക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ചട്നി ഉണ്ടാക്കാൻ തുടങ്ങാം. വഴറ്റിയിട്ട് നമുക്കിത് അരിക്കാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് വലിയ പീസസ് ആയിട്ട് മീൻസ് നിങ്ങൾ ഒത്തിരി ചെറുതായിട്ടൊന്നും അരിയണ്ട, പെട്ടെന്നൊന്ന് അരിഞ്ഞെടുത്താൽ മാത്രം മതി. നമുക്ക് എന്തായാലും വഴറ്റി ഇത് അരിക്കാനുള്ളതല്ല. അപ്പം സവോളയൊക്കെ ഫൈനായിട്ട് അരിയണമെന്നില്ല.
അപ്പോൾ നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഇട്ട് വറുത്തെടുക്കണം. നമ്മൾ ഒരു പാൻ വെച്ച് കൊടുത്ത് എണ്ണ ചൂടായപ്പോഴത്തേക്ക് നമ്മൾ കടലപ്പരിപ്പ് കഴുകി വാരി വെച്ചിരുന്നിട്ട് കൊടുത്തു. അതിനകത്തോട്ട് അത് നമ്മൾ സവോള ഇടുന്നതിൻ്റെ കൂടെ മൂത്തോളും. അപ്പോൾ നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയും സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നതോടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇത് വഴറ്റുമ്പോഴത്തേക്ക് അത് ഇരുന്ന് വഴന്നോളും. ചേർത്ത് കൊടുക്കാം. സവോള പെട്ടെന്ന് വഴഞ്ഞിട്ട് സവോള ഒന്ന് വഴന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് നന്നായിട്ട് മൂക്കണം. സവോള ഒരുപാട് വഴന്ന് ഗോൾഡൻ കളറൊന്നും ആവാൻ നിൽക്കണ്ട. മുളക് ഒന്ന് നന്നായിട്ട് മൂക്കണം. നമ്മളിട്ടിരുന്ന കടലപ്പരിപ്പും നന്നായിട്ട് മൂക്കും. സവോള ഒന്ന് വഴന്നാൽ മാത്രം മതി. ഇതിലേക്കൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ട. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി ഇട്ട് കൊടുക്കാം. നമ്മൾ ചമ്മന്തിയല്ലേ, ഇപ്പോൾ അത്യാവശ്യം പുളിയൊക്കെ വേണം. ഞാൻ ഇവിടെ ടൊമാറ്റോ ഇടുന്നില്ല. നിങ്ങൾക്ക് ഈ പുളിക്ക് പകരം ടൊമാറ്റോ ഉണ്ടെങ്കിൽ ടൊമാറ്റോ ഇടാം. അപ്പോൾ ഒരു ടൊമാറ്റോ ചട്നി ആവും. ഇത്രേ ഉള്ള വ്യത്യാസം. നമ്മുടെ സവോളയും വറ്റൽമുളകും പുളിയും എല്ലാം നന്നായിട്ട് വഴന്നെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തീ ചൂടാറിക്കഴിഞ്ഞ് മിക്സിയിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുത്. നന്നായിട്ട് അരയുന്നില്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അരച്ചാൽ മതി. അപ്പം ഇത് സൈഡിലോട്ട് നീക്കി വെക്കുക. ഇനി നമ്മൾ ദോശ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴത്തേന് ഇതിൻ്റെയും ചൂടാറി കിട്ടും. ഇവിടെ വഴറ്റി വെച്ചിരിക്കുന്ന ചട്നി നന്നായിട്ട് ചൂട് പോയിട്ടുണ്ട്, തണുത്തിട്ടുണ്ട്. മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. നമ്മുടെ ചട്നി നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു തരി പോലും വെള്ളം ഒഴിക്കാതെ നമ്മൾ ആ വഴറ്റിയ എണ്ണ മാത്രമേ ഉള്ളൂ. അപ്പം ചമ്മന്തി റെഡിയായി. നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പം ദോശ ചൂടാൻ പോകുന്നതിന് മുമ്പ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും ഒലീവ് ഓയിൽ റെഡിയാക്കി വയ്ക്കുക. കല്ല് ഒരുപാട് ചൂടാവും തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. പാൻ നമ്മൾ ആദ്യം ദോശ ചുറ്റി നോക്കാനായിട്ട് എടുക്കുമ്പോൾ പാൻ ഒരുപാട് ചൂടായെങ്കിൽ ഇതുപോലൊന്ന് വെള്ളം തടവി കൊടുക്കുക. എന്നിട്ട് മാവ് ഒഴിക്കുക. അപ്പം നല്ല പരത്താൻ നല്ല എളുപ്പമായിരിക്കും. നല്ല പാത്രത്തിൻ്റെ ആ ഷേപ്പിനനുസരിച്ച് നല്ല ഫൈൻ തിന്നായിട്ട് പരത്തി കൊടുക്കണം. മീൻ്റെ സൈഡ് തോറും ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതുകൊണ്ട് നന്നായിട്ട് വേകട്ടെ. നമ്മൾ ആദ്യം ഓയിൽ ഒഴിച്ച് കൊടുത്തില്ലല്ലോ, അപ്പം അതിൻ്റെ ഇച്ചിരി ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ചെറിയ തീയിലിടുക, ഒരുപാട് തീ കൂട്ടിയിടുക. ഇപ്പം മസാല വയ്ക്കാം. ഒരുപാട് മസാല തിക്കി ചേർക്കുന്നതിനോട് എനിക്കുള്ള താല്പര്യം. നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ അപ്പോൾ അതിനനുസരിച്ച് മസാല അറേഞ്ച് ചെയ്ത് കൊടുക്കുക. കുട്ടി കുട്ടി മസാല ദോശ. ഇനി ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാം. നന്നായിട്ട് ഫോൾഡ് ചെയ്ത് പോവാം. ദോശയുടെ സൈഡെല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട്. സൈഡെല്ലാം നല്ല ക്രിസ്പിയാണ്.
ഇനി ഇത് ഒന്ന് അമക്കിയിട്ട് നമുക്ക് എടുത്ത് മാറ്റാം. നമ്മുടെ ആദ്യത്തെ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. മസാല ഇട്ട് കൊടുക്കാം. ദോശ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോൾഡ് ചെയ്യാം. ഞാനിവിടെ നീളത്തിലാണ് ഫോൾഡ് ചെയ്യുന്നത്. മസാല ഇവിടെ കുറച്ച് മസാല ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഒരുപാട് മസാല ഇടുമ്പോൾ നമ്മൾ ആ മസാല വേസ്റ്റ് ആക്കും. അപ്പോൾ കുറച്ച് മസാല ഇടുക. അത് ദോശയുടെ അതിൽ ചേർത്തിട്ട് നല്ല സൈഡെല്ലാം നല്ല സ്റ്റൈലായിട്ട് മുരിഞ്ഞ് കറക്റ്റായിട്ടുണ്ട്. നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു 2 മിനിറ്റ് ആ മസാല ഉള്ളിലിരുന്നൊന്ന് വേകട്ടെ. കുട്ടി മസാല ദോശ, ഒരുപാട് നീളമൊന്നുമില്ല. നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല പോലെ ഒത്തിരി സ്റ്റൈലിൽ പൊക്കത്തൊന്നുമില്ല. എന്നാൽ നല്ല കൊച്ചു മസാല ദോശ. സൈഡെല്ലാം നിങ്ങൾക്ക് കണ്ടാലറിയാം. റവ ചേർക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ദോശ നല്ല മുരിഞ്ഞിരിക്കും നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ. പിന്നെ ഒരു സർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ടേസ്റ്റി മസാല ദോശ റെഡി ആയിട്ടുണ്ട്. റെഡ് ചട്നി, കുറച്ച് ബജി, വെള്ള ചട്നി ഉണ്ടെങ്കിൽ അതുകൂടെ വെക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്നും വേണ്ട, ചുമന്ന ചട്നി ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി. അപ്പം നിങ്ങളും ഈ കുട്ടി കുട്ടി മസാല ദോശ വീട്ടിലും ട്രൈ ചെയ്യുക. കമൻറ്റ്സ് പറയാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബി സേഫ് ആയിട്ടിരിക്കുക, ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ വീട്ടിലുണ്ടാക്കി കഴിക്കുക. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുന്നവരെ ബൈ ഫ്രം റീമാസ് കിച്ചൻ.